ബാധിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആയിരക്കണക്കിന് ബിസിനസ്സുകൾ ഉള്ളത് പരാജയപ്പെടാൻ കാരണമൊന്നുമല്ല, ഇത്ര മാത്രം മനസ്സിലാക്കുക, സെൻട്രലൈസ്ഡ് പ്രോഗ്രാമുകളായിരുന്നു. സെൻട്രലൈസ്ഡ് പ്രോഗ്രാമുകളാവുമ്പോൾ നമ്മുടെ ആ ബിസിനസിന്റെ ഓണർ എന്തെങ്കിലും കാരണത്താൽ ആ സ്ഥാപനം പൂട്ടിപ്പോവുകയോ അല്ലെങ്കിൽ നിന്ന് പോവുകയോ ചെയ്താൽ എന്താണ്, നമ്മുടെ താഴെത്തട്ടിലുള്ള ആളുകൾക്കൊക്കെ അവിടെ ക്യാഷ് നഷ്ടപ്പെടും. ഇപ്പോ നമുക്കറിയാം ഒരുപാട് FTFC അതുപോലുള്ള ഒരു ബിസിനസിന്റെ പേരല്ല, അതുപോലുള്ള പല ബിസിനസ്സിലും ആയിട്ട് എന്തുണ്ട്, കുറെ ആളുകളുടെ ക്യാഷ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കൊക്കെ എന്തുണ്ട്, ഇവിടെ വന്ന് ഹാർഡാക്കിക്കാണ്ട് ഒരു വകുണ്ട്. അതെന്താന്ന് ചോദിച്ചാല് ആ നഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ നികത്താൻ പറ്റുന്നില്ല. അത് എങ്ങനെയാണെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഏതായാലും ഈ ബിസിനസിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് ഒരു ഗ്ലോബൽ ഡീസെൻട്രലൈസ്ഡ് ബിസിനസ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു സെൻട്രലൈസ്ഡ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു മുതലാളി അല്ലെങ്കിൽ ഒരു കൂട്ടം ഓണർമാരുള്ള ഒരു ബിസിനസ്സിലൊക്കെ നമ്മൾ സെൻട്രലൈസ്ഡ് ബിസിനസ് സാധാരണ പറയാറുണ്ട്. അതിന്റെ ഡീറ്റെയിൽ വശങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ടെക്നിക്കൽ സെക്ഷനിൽ പറയും. അപ്പോ നമ്മളിവിടെ ഡീസെൻട്രലൈസ്ഡ് ബിസിനസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ ക്രിപ്റ്റോ ഏർണിംഗ് പ്ലാറ്റ്ഫോം ആണ് നമ്മളത്. അപ്പൊ ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുമ്പോൾ നമ്മൾ തൊടാനും സ്പർശിക്കാനും പറ്റൂല. പക്ഷെ ഇത് സാധാരണക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അതായത് നമ്മൾ ഈ ഗൂഗിൾ പേ ഒക്കെ ചെയ്യുന്ന പോലെ മൊബൈലിൽ നിന്ന് മൊബൈലിലേക്ക് വിട്ടുകൊടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപാടുകൾ നടത്താനും പറ്റും. ഇതിൽ ഈ ക്രിപ്റ്റോ കറൻസിയിൽ അത്ര മനസ്സിലാക്കുക, ബാക്കി അടുത്ത സമയങ്ങളിൽ മനസ്സിലാവും. അതേപോലെ ഒരു സിംഗിൾ ID അതായത് മൾട്ടിപ്പിൾ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വലിയൊരു കെട്ടിടത്തിലേക്ക് കയറുമ്പോൾ ഒരു താക്കോല് കൊണ്ട് തന്നെ പുറത്തെ വാതിൽ നമ്മൾ തുറന്നു കയറും. പക്ഷെ അതിനുള്ളിലുള്ള എല്ലാ വാതിലും കയറിയിട്ട് നമുക്ക് പ്രവേശിക്കാൻ വേണ്ടി പറ്റും. എന്നതുപോലെ ഈ ബിസിനസ്സിൽ നിങ്ങൾ ആരാണോ ഇങ്ങോട്ട് ക്ഷണിച്ചത് അദ്ദേഹത്തിന്റെ ലിങ്ക് വഴി ഈ ബിസിനസ്സിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിലുള്ള 20ഓളം പ്രൊജക്ടുകൾ, അതിൽ കൂടുതൽ പ്രൊജക്ടുകൾ, അതിലേക്കൊക്കെ നമുക്ക് എന്തുണ്ട്, പ്രവേശിക്കാൻ വേണ്ടി പറ്റും. ഇതിൽ നിന്നൊക്കെ നമുക്ക് വരുമാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഈ ബിസിനസിന്റെ മറ്റൊരു പ്രത്യേകത. അതേപോലെ ഇതിന്റെ പേയ്മെന്റുകൾ ഓരോ സെക്കൻഡിലും നമുക്ക് എന്താണ്, നമ്മുടെ വാലറ്റിലേക്ക് വന്നിട്ട് ക്രെഡിറ്റ് ആവും. ആ സമയത്ത് നിങ്ങൾ ആരെയും അതിന് വെയിറ്റ് ചെയ്യേണ്ട, ആ സമയത്ത് നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാനും പറ്റും. അപ്പൊ മറ്റു പ്രൊജക്റ്റിൽ നിന്ന് വന്ന ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഇതിൽ ക്യാഷ് ഒക്കെ വേണം, അത് എടുക്കാൻ പറ്റുമെന്നൊരു ഇതൊക്കെ ഉണ്ടാവും. ഏത് സെക്കൻഡിലും അത് വന്നിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ നമുക്കത് ഉപയോഗിക്കാനും വേണ്ടിയിട്ട് പറ്റും. അതേപോലെ ഇവിടെ വരുന്ന വരുമാനങ്ങൾ നമ്മൾക്ക് ആരാണോ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അതായത് നിങ്ങൾ ആരുടെ ID വെച്ചാണോ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, ആരുടെ കൂടെയാണോ നിങ്ങൾ ബിസിനസ്സിലേക്ക് വന്നത്, അവര് വഴിയും അവരുടെ ടീം വഴിയൊക്കെ നമുക്ക് വരുമാനങ്ങൾ കിട്ടും. അതായത് നമ്മൾ അപ്ഡേറ്റ് വഴി കിട്ടും, അവിടുന്ന് ക്ലോസ് ലൈൻ വഴിയൊക്കെ ഉള്ള വരുമാനങ്ങൾ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ തന്നെ കുറെ ആളുകളെ കൊടുത്ത് വരുമാനം ഉണ്ടാക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ കൂടുതൽ വരുമാനങ്ങൾ ഉണ്ടാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ കൂടെ പാർട്ട്നേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ കൂടുതൽ വരുമാനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഇവിടെ ഒരു റിയൽ പാസീവ് ഇൻകം, നേരത്തെ സാർ പറഞ്ഞു ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പാസീവ് ഇൻകത്തെ കുറിച്ച് പറയുമ്പോൾ ആക്റ്റീവ് ഇൻകത്തെ കുറിച്ച് പറയണം. അപ്പൊ നമ്മളെ സമയം അനുവദിക്കാത്തതുകൊണ്ട് ചുരുക്കി നമുക്ക് പറയാം. ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്കില്ലും ടൈമും കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന കൂലിനെയാണ് നമ്മൾ ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പണിയെടുത്തിട്ട് കൂലി കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മളെ സമയം കളഞ്ഞ് പണിയെടുത്തിട്ട് അല്ലെങ്കിൽ ശമ്പളം ഏതായാലും അതിനെയാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഇല്ലെങ്കിൽ എന്തില്ല, വരുമാനമല്ല. പക്ഷെ പാസീവ് ഇൻകം എന്ന് പറഞ്ഞാലോ നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ കിടന്നുറങ്ങിയാലും നമുക്ക് വരുമാനം കിട്ടും. അതുപോലെ രണ്ട് രീതിയിലുള്ള പാസീവ് ഇൻകങ്ങൾ ഇവിടെ ഉണ്ട്. ഒന്നാമത്തെ സ്പിൽ ഓവർ വഴി പാസീവ് ഇൻകം വരുന്നുണ്ട്, മറ്റൊന്ന് റോയൽറ്റി NFT വഴി. അപ്പോ നോൺ ഫഞ്ചബിൾ ടോക്കൺ ഒന്ന് എന്ത് ചെയ്യുക, ഗൂഗിൾ ചെയ്യുക, നോൺ ഫഞ്ചബിൾ ടോക്കൺ NFT. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിലുകൾ നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോ ഇവിടെ നമുക്ക് പറയാനുള്ളത് 100% ഡീസെൻട്രലൈസ്ഡ് ആണ് നമ്മളെ ഈ പ്രോഗ്രാമുകൾ. അതുപോലെ തന്നെ എന്താണ്, ഇത് ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യുന്നതാണ്. അപ്പോൾ ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത്, മറ്റ് ബിസിനസ്സുകൾ പോലെയല്ല. ഇനി ഇതിന്റെ കാര്യം പറയുമ്പോൾ ചില ആളുകൾ പറയും, ഞങ്ങളോടും ആദ്യം ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു ഇതിന്റെ ക്യാഷ് പോകില്ല എന്ന് പറയും, ഞങ്ങളും ബ്ലോക്ക് ചെയിൻ തന്നെയാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ക്രിപ്റ്റോ കറൻസി ബ്ലോക്ക് ചെയിനിലാണ്, ഓക്കെ. പക്ഷെ ഈ ബിസിനസിന്റെ പ്രൊജക്ട് തന്നെ എന്താണ്, ബ്ലോക്ക് ചെയിനിലാണ്. ഇവിടെ ടാക്ടൈൽ എന്ന് പറയുന്ന പ്രോഗ്രാം അവിടെ 100% എന്താണ്, അവിടെ വിനിയോഗിക്കുന്ന കാശുകൾ നമ്മളിലേക്കാണ് വരുന്നത്. ഇതിന്റെ മുതലാളിക്ക് ഒരു രൂപ പോലും പോകുന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ മുതലാളിക്ക് അവിടെ വരുമാനം ഉണ്ടാകുന്ന ചോദ്യം ഉണ്ടാവും. അത് അടുത്ത ഭാഗങ്ങൾ പറയുമ്പോൾ മനസ്സിലാവും. ഏതായാലും ഈ ബിസിനസ്സിലേക്ക് നമ്മളുടെ കൂടെ ഒരു വ്യക്തി നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ക്യാഷ്, അദ്ദേഹം അവിടെ ചെലവഴിക്കുന്ന ക്യാഷ് 100% നമ്മൾക്കും നമ്മളുടെ മുകളിലുള്ള ആളുകൾക്കുമാണ് കിട്ടുന്നത്. ഒരിക്കലും ഇതിന്റെ ഓണർ ഈ ക്യാഷ് കൊണ്ട് പോകില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നാളെ പൊട്ടിപ്പോകില്ല. അത് മാത്രമല്ല ബ്ലോക്ക് ചെയിനിലാണ് റൺ ചെയ്യുന്നത്.
അപ്പോ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അവിടെ എന്ത് ചെയ്യാൻ പറ്റൂല, എഡിറ്റ് ചെയ്യാൻ പറ്റൂല, ഡിലീറ്റ് ചെയ്യാൻ പറ്റൂല, ഹാക്ക് ചെയ്യാൻ പറ്റൂല. ആ ഒരു രീതിയിലാണല്ലോ ഈ ബ്ലോക്ക് ചെയിൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡീസെൻട്രലൈസേഷനെ കുറിച്ചും ബ്ലോക്ക് ചെയിനെ കുറിച്ചും സ്മാർട്ട് കോൺട്രാക്റ്റുകളെ കുറിച്ചും ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചും ഈ 4 കാര്യങ്ങളൊന്നും ഓർക്കുക. അതേപോലെ NFT, 5ാമത്തെ കാര്യമാണ് എന്ത്, ക്രിപ്റ്റോ കറൻസി. ഈ 6 കാര്യത്തെ കുറിച്ച് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്തൊന്ന് ചെറുത് രീതിയിൽ എന്ത് ചെയ്യാം, നമ്മൾ ഒരാൾ പറഞ്ഞത് വിശ്വസിക്കേണ്ട, സ്വന്തമായിട്ട് തന്നെ നമുക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഈ 6 കാര്യങ്ങൾ ഈ ബിസിനസിന്റെ നെടുന്തൂണാണ്, അല്ലെങ്കിൽ നട്ടെല്ലാണ്. അപ്പോ മറ്റൊരു കാര്യം പറയാനുള്ളത് 100% സെക്യൂർ ആണ്, സേഫ് ആണ് എന്ന് പറയാൻ കാരണം നമ്മുടെ വാലറ്റുകൾ ഡീസെൻട്രലൈസ്ഡ് വാലറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ വാലറ്റിന്റെ 12 വേർഡുകൾ ഉണ്ട്. ആ വേർഡുകളാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ആ വേർഡുകൾ ആരുടെയൊക്കെ കയ്യിലാണോ ഉള്ളത് അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഇടപാടുകൾ നടത്താൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ കീ വേർഡുകൾ, ഈ 12 കീ വേർഡുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, സൂക്ഷിച്ചു വെക്കണം. അതാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ്. അത് നമ്മുടെ കയ്യിൽ ഉള്ളിടത്തോളം കാലം നമ്മുടെ ബിസിനസ് സെക്യൂർ ആണ്. അതുപോലെ റിസ്ക് ഫ്രീ ആണ്. കാരണം ഇവിടുന്ന് ഇപ്പൊ ഞാൻ ബിസിനസ് ചെയ്യുന്ന എന്റെ അടുത്ത് ക്യാഷ് വരുന്നുണ്ട്, എന്റെ ക്യാഷ് എനിക്ക് ഇയാളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും, അയാൾക്ക് തിരിച്ചും പറ്റും. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇയാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു, അയാള് ഇന്ത്യൻ റുപ്പി എന്റെ കയ്യിലോ അല്ലെങ്കിൽ എന്റെ അക്കൗണ്ടിലേക്കോ ഗൂഗിൾ പേ വഴിയോ ഞാൻ സ്വീകരിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ ഇടപാടുകൾ നടക്കുന്നത്. ഇനി അല്ലാത്ത രീതിയിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും ക്യാഷുകൾ നമുക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 100% ട്രാൻസ്പെറന്റ് ആണ്. അതുപോലെ മറ്റുള്ള രീതിയിൽ സ്കാമുകൾക്കോ ഷട്ടൗണുകൾക്കോ എന്തെല്ലാം സാധ്യത. അത് നേരത്തെ പറഞ്ഞ പോലെ ബ്ലോക്ക് ചെയിനിലാണെന്ന് പറഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാവും. അതേപോലെ ഇവിടെ വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണ്ട. ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പല ആളുകളും പറയും, ഞങ്ങളുടെ ബിസിനസ്സിൽ ക്യാഷ് ഒക്കെ വരും, ഞാൻ കാണാൻ പറ്റും, അത് എടുക്കാൻ പറ്റൂലല്ലോ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. കാരണം നമ്മളത് എന്താണ്, അത് വിഡ്രോ ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് പല കമ്പനികളും. ഇവിടെ അതൊന്നുമില്ല. നിങ്ങളുടെ വാലറ്റിൽ വന്ന് സെക്കൻഡിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ക്യാഷ് എടുക്കാനൊക്കെ പറ്റും. അതുപോലെ ഡയറക്റ്റ് ഇവിടെ ഇപ്പൊ നമ്മൾ ബിസിനസ് ഒക്കെ ചെയ്യും, അതിന്റെ ക്യാഷുകൾ ഒരിക്കലും നിങ്ങൾ അപ്ലൈന് അതിൽ ഇടപെടുന്നില്ല. 2 രീതിയിലുള്ള അൽഗോരിതങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്ത് മുൻകൂട്ടി വെച്ചിട്ടുണ്ട്. ആ അൽഗോരിതങ്ങൾക്ക് അനുസരിച്ചുള്ള പ്രോഫിറ്റ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ടാക്ടൈലിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ അവിടെയും ഒരാളുടെ എന്തില്ല, കടന്നു കയറ്റല്ല, അല്ലെങ്കിൽ അപ്ലൈ ഇങ്ങനെ നിർദ്ദേശിക്കാൻ ആ ഒരു പരിപാടി അവിടെ ഇല്ല, നമ്മുടെ ഈ ബിസിനസ്സിലില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ് ഇല്ല. അതുപോലെ വെബ് 3-ലാണ് നമ്മൾ. അതുപോലെ തന്നെ പോളിഗൺ ബ്ലോക്ക് ചെയിനിലാണ് നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്യുന്നത്. അപ്പോൾ പോളിഗൺ ബ്ലോക്ക് ചെയിനിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിന്റെ സ്കെയിലബിലിറ്റി കൂടുതലാണ്. ഒരു സെക്കൻഡിൽ 65,000 ഇടപാടുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ബിസിനസ്സിൽ നമുക്ക് നടത്താൻ പറ്റും ഈ നെറ്റ്വർക്കിലൂടെ. അതുപോലെ തന്നെ ഈ അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് നമ്മൾ എല്ലാവരും പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ഈ നാനോ ബോട്ടുകളൊക്കെ കാര്യം, ഈ രക്തകോശത്തെക്കാൾ ചെറിയ നാനോ ബോട്ടുകൾ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടേക്ക് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ 10 വർഷത്തിന് ശേഷം വരാൻ പോകുന്ന രോഗങ്ങളെ കുറിച്ച് റോബോട്ടുകൾക്ക് ഇപ്പൊ തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ അത് ഈ ടെക്നോളജിയുടെ പ്രത്യേകതയാണ്. അപ്പോൾ അത്തരം ഒരു ടെക്നോളജിയിലാണ് നമ്മുടെ ബിസിനസ് റൺ ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ AI കുറിച്ചും വെർച്വൽ റിയാലിറ്റിയെ കുറിച്ചും മെറ്റാവേഴ്സിനെ കുറിച്ചും ഒക്കെ നമ്മൾ പറയുന്നത്. നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് മെറ്റാവേഴ്സ് ആണ്. ഇപ്പൊ നമുക്കറിയാം, ബുർജ് ഖലീഫയൊക്കെ അത് നിർമ്മിക്കുന്നതിന് മുമ്പ് അതിന്റെ അടിത്തറ നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് അത് അത്ര ഉയരത്തിലൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടത്. അതുപോലെ തന്നെ ഇപ്പൊ സൗദി അറേബ്യയിലെ കിങ്ഡം ടവർ ബുർജ് ഖലീഫയേക്കാൾ ഹൈറ്റ് ഉണ്ട് എന്നൊക്കെ പറയും. അപ്പൊ ഇതൊക്കെ നമ്മൾ നിർമ്മിക്കുന്നതിന് മുമ്പ് എത്രയാണോ അതിന്റെ അടിത്തറ വിപുലീകരിച്ചിട്ടുള്ളത്, അതിനനുസരിച്ചാണ് ആ ബിൽഡിങ്ങിന്റെ നിലനിൽപ്പ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഈ ബിസിനസിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ അടിത്തറയാണ്. അപ്പൊ ഇതിന്റെ അടിത്തറ എന്ന് പറയുമ്പോൾ ഈ ടാക്ടൈൽ എന്ന് പറയുന്ന പ്രോഗ്രാമില് സുഹൈൽ സർ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു എങ്ങനെ ഡോട്ട് വരുന്നു, എങ്ങനെ ക്യാഷ് കിട്ടുന്നു ഒക്കെ. ഞാനൊരു ചെറിയ ആമുഖമാണ് പറയുന്നത്. അപ്പൊ ഈ ടാക്ടൈൽ എന്ന് പറയുന്ന പ്രോഗ്രാം ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയും ഇതിലേക്ക് പ്രവേശിച്ച എല്ലാ ആളുകൾക്കും, അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ ആളുകൾക്കും വരുമാനം കിട്ടുന്ന രീതിയിലാണ് ടാക്ടൈൽ എന്ന് പറയുന്ന പ്രോഗ്രാം ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിന് 2 വിഭാഗങ്ങളുണ്ട്. S3 ഉണ്ട്, X6 ഉണ്ട്. ഈ X6ലെ വരുമാനം എത്ര രീതിയിലാണ്, അല്ലെങ്കിൽ S3യിലെ വരുമാനം ഏത് രീതിയിലാണെന്നൊക്കെ മുൻകൂട്ടി ഇതിന്റെ ക്രിയേറ്റർ എന്ത് ചെയ്തു, നിശ്ചയിച്ചു വെച്ചു. ആ പ്രകാരം 300% ലാഭവിഹിതം നമുക്ക് S6ലും 200% ലാഭവിഹിതം നമുക്ക് S3യിലൂടെയും നമുക്ക് തരുന്നു. അത് മാത്രമല്ല, ഈ ബിസിനസ്സിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ
ചിലപ്പോൾ എന്താണ് ഈ ബിസിനസിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ സമയമില്ല, അങ്ങനെയൊക്കെ പറയാൻ ആളുകളുണ്ടല്ലോ. അപ്പോൾ അത്തരം ആളുകൾക്ക് നമ്മൾ അപ്ലൈ വർക്ക് ചെയ്യുമ്പോൾ എന്താവും, സ്പിൽ ഓവറുകൾ വഴി നമുക്ക് വരുമാനം വരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഏത് രീതിയിലും വരുമാനം കിട്ടുന്ന രീതിയിലാണ് അതിന്റെ അടിത്തറ കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. ഇനി നല്ല രീതിയിൽ വർക്ക് ചെയ്ത് സാമ്പത്തികമായിട്ട് സ്വാതന്ത്ര്യം നേടേണ്ട ഒരു വ്യക്തി, അല്ലെങ്കിൽ ടൈം ഫ്രീഡവും മണി ഫ്രീഡവും നേടേണ്ട ഒരു വ്യക്തിക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 3 മാസം കൊണ്ട് നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് വേണ്ട സഹായങ്ങളൊക്കെ ഇവിടെ റിയൽ മെറ്റ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും തരാനുള്ള ലീഡേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ പ്രയോജനപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ഈ ബിസിനസിനെ വിപുലീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. സിമ്പിൾ ആയിട്ട് എഴുതാനും വായിക്കാനും കഴിയാത്ത ആളുകൾക്ക്, ഒരു ബെഡിൽ കിടക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ സുഖമില്ലാത്ത ആളുകൾക്ക്, അല്ലെങ്കിൽ പ്രായമായ ആളുകൾക്ക് ഇവിടെ ജാതി മത ഭേദമന്യേ സമ്പാദിക്കാൻ പറ്റുന്ന പ്രൊജക്ടുകളാണ് മെറ്റാവേഴ്സിൽ ഉടനീളമുള്ളത്. അതുപോലെ ഞാൻ പറഞ്ഞു, ഇത് ക്രിപ്റ്റോ കറൻസിയിലാണ് ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത ഈ ക്രിപ്റ്റോ കറൻസി ഒരു ഡിജിറ്റൽ കറൻസിയാണ്, എല്ലാവർക്കും അറിയാം. അതിനെ തൊടാനോ സ്പർശിക്കാനോ പറ്റാത്തതാണ്. അതുപോലെ ഒരു വെർച്വൽ കറൻസിയാണ്, ഈ ലേറ്റസ്റ്റ് വെർഷൻ ഓഫ് കറൻസി ആണ്. അപ്പൊ ഇത് പറയുമ്പോൾ ചെറിയ സംശയം ഉണ്ടാവും, എന്താ പഴയ കറൻസിക്കും പുതിയ കറൻസിക്കും വ്യത്യാസം. അപ്പൊ ഇത് അറിയുന്ന ആളുകളുണ്ടാവും, അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും പറയുന്നത്. ചിലപ്പോ ചില ആളുകൾക്ക് തോന്നും ഇതൊക്കെ ഇപ്പൊ എപ്പോഴും കേൾക്കണല്ലേ, കേട്ടത് തന്നെയാണ് വീണ്ടും പറയാനുള്ളത്, പറഞ്ഞത് തന്നെയാണ് വീണ്ടും പറയണം. അപ്പൊ പുതിയ വെർഷൻ പഴയ വെർഷൻ എന്ന് പറയുമ്പോൾ ഇനി മുതൽ നമ്മൾ ഇവിടെ ക്രിപ്റ്റോ കറൻസിയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്നലെയൊക്കെ സ്റ്റാർട്ട് ചെയ്ത ആളുകൾക്ക് അറിയാം, ഐഫോൺ വാങ്ങാൻ BTC കൊടുത്ത് ഐഫോൺ വാങ്ങാം എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ന്യൂസ് ഉണ്ടായിരുന്നില്ല, എല്ലാവരും കണ്ടു. ഇപ്പൊ ഏത് പെട്ടിക്കടയിലും നമുക്കറിയാം, ഗൂഗിളിലേക്ക് ക്യാഷ് അയക്കാൻ വേണ്ടിയിട്ട് എംപ്ലോം നമ്മൾ എവിടെ നോക്കിയാലും നമുക്ക് സ്കാനർ കാണാൻ വേണ്ടി പറ്റും. അപ്പോ നമുക്ക് വേണ്ടത് അതൊക്കെ എന്താണ്, ടെക്നോളജിയുടെ കടന്നു കയറ്റം തന്നെയാണ്. ഇനി മുതൽ ക്രിപ്റ്റോ കറൻസിയിലാണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത്. അപ്പോ പഴയ വെർഷൻ എന്ന് പറയുമ്പോൾ പണ്ട് രാജഭരണകാലങ്ങളിലൊക്കെ നമ്മൾ സ്വർണ്ണ കോയിനുകളൊക്കെ ഉപയോഗിച്ചിരുന്നു. സ്വർണ്ണ കോയിനുകൾക്ക് മുൻപ് നമ്മൾ സാധനങ്ങൾ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിയിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു. പശുവിനെ കൊടുത്ത് ആട് വാങ്ങാം, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളിലായിരുന്നല്ലോ പണ്ട് കാലങ്ങളിൽ. അരി കൊടുത്ത് നെല്ല് വാങ്ങിയിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു. പക്ഷെ അവിടെ അതിന്റെ ന്യൂനതകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട്, അപ്പോ വലിയ വസ്തു കൊടുക്കുമ്പോൾ ചെറിയ വസ്തു കൊടുത്താൽ അത് ഈക്വാലിറ്റി കിട്ടൂല, തുല്യത കിട്ടൂല. അപ്പൊ എന്ത് ചെയ്തു, അതിന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അന്ന് രാജഭരണകാലങ്ങളിൽ സ്വർണ്ണ കോയിനിലേക്ക് വന്നു. ഈ സ്വർണ്ണ കോയിൻ വെച്ചിട്ട് കച്ചവടം നടത്തുമ്പോൾ അവിടെ എന്താണ് പ്രശ്നം, ചെറിയ വസ്തു വാങ്ങുമ്പോൾ ഒരു കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അതിന്റെ തുല്യത കിട്ടാത്തത് കൊണ്ട് തന്നെ അതിന്റെ പുതിയ അപ്ഡേഷനായിട്ട് വന്നാണ് മെറ്റൽ കോയിനുകൾ. മെറ്റൽ കോയിനുകളും ഇപ്പൊ 1 ലക്ഷം 2 ലക്ഷം ഒക്കെ നമുക്ക് അയക്കാനുണ്ടെങ്കിൽ, സെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കൂടെ കൈ പിടിക്കാൻ തന്നെ ഒരു വൃദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാളെ കൂടെ ഒരു ഇത് ചുമടയേറ്റാനും ഒരാൾ വേണം. അതൊക്കെ അതിന്റെ ന്യൂനതകളാണ്. അപ്പൊ ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് പേപ്പർ കറൻസിയിലേക്ക് വന്നത്. പേപ്പർ കറൻസിയിൽ നിന്ന് പിന്നീട് ഇവിടെ വന്നു, അതിന്റെ അപ്ഡേഷൻ ആയിട്ടാണ് നമുക്ക് ATM വന്നത്. നമുക്ക് ക്യാഷ് കൊണ്ട് ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അത് എല്ലാ കുഗ്രാമങ്ങളിലെ ആളുകൾക്കും അത് സാധ്യമല്ല. ടൗണിലൊക്കെയാണ് ആദ്യമായിട്ട് എന്ത് വന്നത്, ATM ഒക്കെ വന്നത്. പിന്നീട് അതിന്റെ അപ്ഡേഷൻ ആയിട്ടാണ് ഇപ്പൊ വന്നത് എന്ത്, നമ്മൾ കാർഡുകൾ, പ്ലാസ്റ്റിക് കാർഡുകൾ വന്നു ഇതേപോലെ എടുക്കാൻ. അതിനുശേഷമാണ് ഗൂഗിൾ പേയിൽ എത്തി നിൽക്കുന്നത്. ഇപ്പൊ ഗൂഗിൾ പേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 50,000 അല്ലെങ്കിൽ 2 ലക്ഷം ഒക്കെ അതിന് മുകളിലുള്ള, അല്ലെങ്കിൽ 2 ലക്ഷം ഒക്കെ നമുക്ക് ഇടപാട് നടത്തണമെങ്കിൽ ഗൂഗിൾ പേ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൂടുതൽ ഇടപാടുകൾ നടത്താൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതിന് ന്യൂനതയാണ്. അപ്പൊ അതും കൂടി പരിഹരിക്കാനും, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവാതെ, അല്ലെങ്കിൽ ബാങ്കിലേക്കോ മറ്റൊന്നും പോവാതെ നമ്മുടെ മൊബൈൽ വെച്ചിട്ട് തന്നെ, സ്മാർട്ട് മൊബൈൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇടപാടുകൾ സെക്കൻഡിൽ നടത്താനും യാതൊരുവിധ ഫീസുകളും ഈടാക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോടിക്കണക്കിന് രൂപ വേണമെങ്കിൽ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ക്രിപ്റ്റോ കറൻസിയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് വേൾഡ് രാജ്യങ്ങളൊക്കെ ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞു, ഇത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, നെവർ ബി ഡ്യൂപ്ലിക്കേറ്റ്, നോബഡി ക്യാൻ ഹാക്ക്. ഇത് ഹാക്ക് ചെയ്യാനോ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാനോ പറ്റാത്തൊരു കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി, ലിസ്റ്റ് ചെയ്യപ്പെട്ട ക്രിപ്റ്റോ കറൻസി. അപ്പൊ ഇത് പറയുമ്പോ സമയക്കുറവോട് കുറച്ച് ഈ മോറിസ് കോയിനെ കുറിച്ച് നമുക്കറിയാം, കുറെ ആളുകൾ ക്യാഷ് പോയതൊക്കെ ഉണ്ട്. അതൊന്നും എന്തല്ല, ഒരു ക്രിപ്റ്റോ കറൻസി അല്ല, ലിസ്റ്റ് ചെയ്യപ്പെട്ട കറൻസിയാണ് ഡായി എന്ന് പറയുന്ന നമ്മുടെ കറൻസി. ആദ്യമായിട്ട് വന്ന ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ ആണ്. എല്ലാവർക്കും അറിയാം, ബിറ്റ്കോയിനെ കുറിച്ച് അറിയായിരിക്കും. 2008 ബിറ്റ്കോയിൻ വന്നത്.
സത്തോഷി നകാമോട്ടോ എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്നാണ് ആദ്യമായിട്ട് ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടായിട്ടുള്ളത്. 2009 ജനുവരിയിലാണ് അതിന്റെ വൈറ്റ് പേപ്പർ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ വൈറ്റ് പേപ്പർ പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കോയിൻ ഉണ്ട്, ഫോസ് കറൻസി എന്ന കോയിൻ. അതിന്റെ വൈറ്റ് പേപ്പർ നിങ്ങൾ അപ്ലയൻസിനോട് ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. അപ്പോൾ അതിന്റെ ക്രെഡിബിലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, അതിന്റെ വൈറ്റ് പേപ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നതും കാര്യങ്ങളൊക്കെ. അങ്ങനെ ചുരുക്കി പറഞ്ഞാല് ഈ ബിറ്റ്കോയിന് അന്ന് 2009 അതിന്റെ ഫസ്റ്റ് മൈനിങ് നടന്നു. ഒരു 7 ദിവസത്തിനുള്ളിൽ അതിന്റെ മൈനിങ് നടന്നു. അതായത് വൈറ്റ് പേപ്പർ ഇറങ്ങിയതിനു ശേഷം 7 ദിവസം കഴിഞ്ഞ മൈനിങ് നടന്നു. അന്നൊക്കെ ചെറിയൊരു ക്യാഷ് ആയിരുന്നു, വളരെ ചെറിയ, നമ്മളെ 100 റുപ്യന്റെ ഒക്കെ അടുത്ത് വരും. ഇപ്പൊ ഇന്ന് അത് 50 ലക്ഷത്തിന് മുകളിലാണെന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകാനൊന്നുമില്ല. പക്ഷെ അന്ന് അത് നഷ്ടപ്പെട്ട നമുക്കൊക്കെ ഇപ്പൊ ഇവിടെ നല്ലൊരു ഏറ്റവും വലിയൊരു അവസരമാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. അതെന്താണെന്ന് ചോദിച്ചാല് ഈ ബിസിനസ്സിൽ ടാക്ടൈൽ എന്ന് പറയുന്ന പ്രോഗ്രാം അല്ലാതെ ഫോസ് കോയിൻ എന്ന് പറയുന്ന ഒരു കറൻസി ഉണ്ട്. ആ കറൻസി നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ചെറിയ പൈസക്ക് നമ്മൾ വാങ്ങി വെച്ചിട്ട് ബിറ്റ്കോയിനേക്കാൾ കൂടുതൽ ക്യാഷ് എത്തും എന്നാണ് പറയുന്നത്. അത് പറയാൻ കാരണം ഈ ബിറ്റ്കോയിന് കൂടുതൽ പ്രൊജക്റ്റുകൾ ഇല്ല. പക്ഷെ നമ്മുടെ ഈ കോയിന് യൂട്ടിലിറ്റി കോയിനാണ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കറൻസിയാണ്. ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ട്. ഈ പ്രോഗ്രാമുകളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ബിറ്റ്കോയിനേക്കാൾ അതിപ്പോ മേലെ വരാനിരിക്കുന്ന കറൻസിയാണ് ഈ കറൻസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും പറയാം, 2020 ഗവൺമെന്റ്, നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് ക്രിപ്റ്റോ കറൻസി അത് ലീഗലാണെന്ന് പ്രഖ്യാപിച്ചു. അതുവരെ ലീഗലാണോ ഇല്ലീഗലാണോ എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് 20-നാണ് എന്ത് ചെയ്തത്, അതിന് ടാക്സ് നിശ്ചയിച്ചതും ലീഗലായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോ നമുക്ക് ചുരുക്കി പറഞ്ഞേ നമ്മൾ ബിസിനസ്സിലേക്കാണ് വീണ്ടും പോകുന്നത്. അപ്പൊ ഈ ബിസിനസ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് 2 തരത്തിലുള്ള വാലറ്റുകൾ ഉണ്ട്. സെൻട്രലൈസ്ഡ് വാലറ്റുകൾ, അതായത് തേർഡ് പാർട്ടി കൂടി നടക്കുന്നതിനാണ് നമ്മൾ സെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു വാലറ്റും ഉണ്ട്, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു വാലറ്റും ഉണ്ട്. അപ്പോ സെൻട്രലൈസ്ഡ് വാലറ്റ് പറയുമ്പോൾ വസീറക്സ്, ബിനാൻസ്, ചില ആളുകൾ ചോദിക്കും നിങ്ങൾ ഈ ക്യാഷ് ബിനാൻസ് കൂടെ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. നമ്മളുടെ അക്കൗണ്ട് വഴി ബിനാൻസിനെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ അവിടുന്ന് BUSD മാറ്റിയിട്ട് BUSD നമ്മൾ ഡായിലേക്ക് കൺവേർട്ട് ചെയ്യും. ഡായിലാണ് നമ്മുടെ ഈ ബിസിനസ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള വാലറ്റ്, ട്രസ്റ്റ് വാലറ്റ്, ടോക്കൺ പോക്കറ്റ്, മെറ്റാമാസ്ക്, ഇത് ഏതെങ്കിലും ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. പ്ലേ സ്റ്റോറിൽ പോയിട്ട്, അല്ലെങ്കിൽ ഐഫോൺ ആണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയി കണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് മെറ്റാമാസ്കോ ട്രസ്റ്റ് വാലറ്റ് ടോക്കൺ പോക്കറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം എന്ത് വേണം, നമ്മൾ ബാങ്കിലൊക്കെ ക്യാഷ് അയക്കുമ്പോൾ നമ്മളവിടെ സർവീസ് ചാർജ് കൊടുക്കാറുണ്ട്. ഇവിടെ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഗ്യാസ് ഫീ എന്നാണ് പറയുന്നത്. അത് ഇവിടെ പൊളിഗൺ മാറ്റിക് എന്ന് പറയുന്ന ഒരു കറൻസിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ഡായി എന്ന് പറയുന്ന കറൻസിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ടാക്ടൈൽ എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യുന്നത്. ഈ ഡായി എന്ന് പറയുന്ന കറൻസി നിങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ മനസ്സിലാവും എത്രയാണ് അതിന്റെ പ്രൈസ് കാര്യങ്ങൾ ഒക്കെ ഉള്ളത്. അതായത് ലിസ്റ്റ് ചെയ്യപ്പെട്ട കറൻസിയാണ്, ലീഗൽ ആയിട്ടുള്ള കറൻസിയാണ്. ഓക്കെ, അപ്പോ നമുക്ക് എങ്ങനെ ഈ ബിസിനസ് ചെയ്യാം, നമുക്ക് എങ്ങനെ ഈ ഡായി ഒക്കെ കിട്ടാം? ചിലപ്പോ എല്ലാ ആളുകളും ട്രേഡിംഗുകാരല്ല, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് അറിയുന്ന ആളുകളല്ല, അക്കാഡമിക്കലായിട്ട് നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ടാവും, പക്ഷെ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല. അത്തരം ആളുകളോടാണ് പറയാനുള്ളത്, നമുക്ക് ഇത് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഈ വസീറക്സോ ബിനാൻസോ ഒക്കെ വഴി നമുക്ക് എന്ത് ചെയ്യാം, ഡായി സ്വരൂപിക്കാൻ വേണ്ടി പറ്റും. ഈ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയുന്നത്, നമ്മൾ ആരാണോ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത് അവരോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡായി അവരെന്ത് ചെയ്യും, നിങ്ങളെ വാലറ്റിലേക്ക് എത്തിച്ചു തരും. ഒരു 2000 രൂപയുടെ ഡായി ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ 2000 രൂപ നിങ്ങളെ കൊണ്ടുവന്ന ആൾക്ക് കൊടുത്തിട്ട് പറയാം ഇതിനുള്ള ഡായി വാങ്ങി തരും. അപ്പൊ അവരെന്ത് ചെയ്യും, നിങ്ങളെ വാലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് അതിനുള്ള ഡായി എത്തിച്ചു തരും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കിട്ടുന്ന ക്യാഷ് എന്താ ചെയ്യുക, അത് പോക്കറ്റ് കിട്ടുമോ, കയ്യിൽ കിട്ടുമോ, അല്ലെങ്കിൽ ബാങ്കിലേക്ക് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അവരോട് പറയാനുള്ളത്, നമ്മളുടെ ഏർണിങ്സ് എന്ന് പറയുന്നത് ഡായി എന്ന കറൻസിയാണ് അവിടെ ഏൺ ചെയ്യുന്നത്. ആ ഡായിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ട്രസ്റ്റ് വാലറ്റിലേക്കാണ് അത് വരിക. അവിടെ നിന്ന് ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് നമുക്ക് മറ്റു സുഹൃത്തുക്കളിലേക്ക് മൊബൈൽ ടു മൊബൈൽ വിൽപ്പന നടത്താൻ പറ്റും. ആ സമയത്ത് ക്യാഷ് നമ്മുടെ പോക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അങ്ങനെ അല്ലാതെ ചെയ്യേണ്ട ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ വാലറ്റിൽ നിന്ന് ബിനാൻസിലേക്ക് അത് മാറ്റിയിട്ട് അവിടുന്ന് BUSD കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും മാറ്റാൻ പറ്റും. അപ്പൊ കിട്ടുന്ന ക്യാഷ് 2 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന സാന്ദർഭികമായിട്ട് പറയുന്നത്. ഇതിന്റെ റോഡ് മാപ്പ് എന്ന് പറയുന്നത്
ഒരുപാട് പ്രൊജക്ടുകൾ, വളരെ ചുരുക്കി പറഞ്ഞാൽ 20-ൽ കൂടുതൽ പ്രൊജക്ടുകൾ ഉണ്ട്. ടാക്ടൈല്, അതേപോലെ യുണൈറ്റ് വേസ്, പോസ്കോയിന്, മന, ബൂസ്റ്റ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ അപ്കമിംഗ് ആയിട്ട് വരാനുണ്ട്. ഇതിൽ ഈ പച്ച ലൈൻ കാണുന്ന കുറച്ച് കാര്യങ്ങളാണ് മുകളിൽ. മെറ്റാവേഴ്സ് പ്രൊജക്റ്റിൽ ആദ്യമായിട്ട് ടാക്ടൈൽ എന്ന് പറയുന്ന പ്രോഗ്രാമാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൽ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും തെളിയിച്ചൊരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ അതിലൂടെ സാമ്പത്തികമായിട്ട് ഉണ്ടാക്കിയതിനു ശേഷമാണ് ഞാൻ എന്റെ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ വരുന്നത്. പക്ഷെ നാട്ടിൽ വരുന്ന ആ സമയത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ NFT എന്ന് പറയുന്ന ആ ഒരു വരുമാനം നമുക്ക് ഒരു 10, അതായത് ഈ ബിസിനസ് തുടങ്ങി ഒരു 8-10 മാസത്തിന് ശേഷമാണ് ഈ NFT വരുന്നത്. അപ്പൊ നിർത്തി പോരുന്നതിന് മുന്നേ NFT കൂടി ചാലുവായപ്പോ 100% കപ്പാസിറ്റി കൂടി ക്രിയേറ്റ് ആയതിനു ശേഷമാണ് ഞാൻ എന്റെ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ വന്നത്. ഏതായാലും ടാക്ടൈൽ എന്ന് പറയുന്ന പ്രോഗ്രാം, അതേപോലെ യുണൈറ്റ് വേഴ്സ്, റോയൽറ്റി NFT, ഫോസ്കോയിന്, NFT മാർക്കറ്റ് പ്ലേസ്, അതുപോലെ ഫോസ്റ്റെക്സ്, ഇത്തരം ഭാഗങ്ങൾ ഇപ്പൊ റണ്ണിംഗ് ആണ്. അതിൽ നിന്നൊക്കെ നമുക്ക് വരുമാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇനി വരാനിരിക്കുന്നതാണ് ടാക്ടൈൽ ഗുഡ്സ്, ലോയൽറ്റി, മെറ്റാവേഴ്സ്, ഗെയിം എഫ്, മന, ഗെയിം സോൺ, ബൂസ്റ്റ്, ഓവറിൽ. ഇതൊക്കെ ഇനി നമുക്ക് അപ്കമിംഗ് ആയിട്ട് വരാനുള്ള പ്രൊജക്ടുകളാണ്. ഈ പ്രൊജക്റ്റിലൊക്കെ, ഇനി വരാനിരിക്കുന്ന പ്രൊജക്റ്റിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് പോസ്റ്റ് കറൻസി ആയിരിക്കും. അപ്പൊ ഈ പോസ്റ്റ് കറൻസിയുടെ സാധ്യത എന്ന് പറയുന്നത് നമ്മൾ എല്ലാ പ്രൊജക്റ്റിലും ഉപയോഗിക്കുമ്പോൾ എന്തോ അതിന്റെ മൂല്യം കൂടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ബിറ്റ്കോയിനേക്കാൾ കൂടുതൽ റൈറ്റിലേക്ക് നാളെ എന്താവും നമ്മുടെ കറൻസി എത്താനിരിക്കുന്നു. ഇവിടെ ഇപ്പൊ പുതിയതായിട്ട് വന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ബിസിനസ്സിലേക്ക് ഒരാൾ നമ്മളെ ക്ഷണിച്ചു, അദ്ദേഹം പറഞ്ഞത് കേട്ട് ബിസിനസിനെ കുറിച്ച് അറിയാനും പഠിക്കാനൊക്കെ നമ്മൾ വന്നാണ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 കാര്യങ്ങൾ നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് സംശയങ്ങളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങളെ കൊണ്ടുവന്ന വ്യക്തിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വർക്കിംഗ് അപ്ലൈനോ ഇവിടെ ഉണ്ടോ, അവരുമായിട്ട് ഇരുന്ന് എന്ത് മൈന്യൂട്ട് ആയിട്ടുള്ള സംശയങ്ങൾ എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്തിട്ട് വേണം ബിസിനസ്സിലേക്ക് വരാന്. ചിലപ്പോൾ ചില ആളുകൾ പറയും, ഇതിൽ ഞാൻ കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞങ്ങൾക്ക് അത്ര ആസ്തി ഉണ്ട്, ഇത്ര ആസ്തി ഉണ്ടെന്ന് പറയും. നിങ്ങൾ അതൊന്നും വിശ്വസിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇവിടെ എന്ത് ഉണ്ടാക്കാൻ പറ്റും. നമ്മളൊക്കെ സാധാരണക്കാരൻ, ഞാൻ നിങ്ങളെ പോലെ ഒരാളാണ്. അപ്പൊ ഞാൻ പറയുന്നത്, നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും, അത് എനിക്ക് ചെയ്യുന്നത് സാധ്യമാണോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ഈ ബിസിനസ്സിലേക്ക് വരിക. ഒരാൾ കോടികൾ ഉണ്ടാക്കിയെന്ന് വിചാരിച്ചിട്ട് ഞാനും നാളെ കോടീശ്വരനാന്ന് പറയരുത്. ഈ ബിസിനസ്സിൽ നമുക്ക് കോടികളും അതുക്ക് വേണ്ടി ഉണ്ടാക്കാൻ പറ്റും. നമ്മളെ കൊണ്ടുവന്ന വ്യക്തി എത്ര ഉണ്ടാക്കിയതിലൂടെ ഒരു മാറ്റമില്ല, അതിനേക്കാൾ കൂടുതൽ നമുക്ക് ഈ ബിസിനസ് ഉണ്ടാക്കാൻ പറ്റും. അത് ടാക്ടൈലിലൂടെ തന്നെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഈ ടാക്ടൈൽ എന്ന് പറയുന്നത് 12 ലെവലുകളാണ്. ഈ ലെവലിന്റെ ഫസ്റ്റ് സ്ലോട്ട് എന്ന് പറയുന്നത് $5 അവസാന സ്ലോട്ട് 12 ലെവൽ. ഇത് മൊത്തം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 18 ലക്ഷം രൂപ വേണം. 450 രൂപ കൊടുത്തും വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ പറയുമ്പോൾ ഒരു സംശയം, ഞാൻ കഴിഞ്ഞ പ്രോഗ്രാമിൽ പറഞ്ഞപ്പോൾ ഒരാളിനോട് പിറ്റിയെന്ന് പറയാണ്, ഞാൻ 450 രൂപ കൊടുത്തത് സ്റ്റാർട്ട് ചെയ്തപ്പോ എന്തിനാപ്പോ 18 ലക്ഷം രൂപ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ വ്യക്തികളുണ്ട്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മളിവിടെ ചെയ്യുന്നത് ഒരു ബിസിനസ് ആണ്, അല്ലെങ്കിൽ ചില ആളുകൾ ചാരിറ്റിക്ക് വേണ്ടി വരുന്ന ആളുകളോട്. അപ്പൊ ഈ ബിസിനസ്സിലൂടെ ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഇൻകത്തേക്കാൾ കൂടുതൽ ഇൻകം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ബിസിനസ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ കടങ്ങൾ വീട്ടാൻ, പാവപ്പെട്ട ആളുകൾക്ക് വീട്, അങ്ങനെ പല ഉദ്ദേശത്തിൽ വരുന്ന ആളുകളുണ്ട്. ഇല്ലെങ്കിൽ ഇതിന് മുന്നേ പോയി നഷ്ടപ്പെട്ട ക്യാഷുകൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി വരുന്നുള്ളൂ. അതായത് ഓരോരുത്തരും നമ്മളെ 5 വിരലിനും 5 വലിപ്പം 5 സ്വഭാവമുണ്ട്. ഇതുപോലെ നമ്മൾ ഓരോരുത്തർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ലെവലുകൾ ഇവിടെ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഈ 12 ലെവലുകൾ എടുത്തു വരുന്ന ഒരു വ്യക്തിക്ക്, നമ്മളുടെ കൂടെ ഒരു വ്യക്തി വന്നാൽ തന്നെ അവിടെ എന്താണ് 12 ലക്ഷം രൂപ നമുക്ക് ആ സ്പോട്ടിൽ കിട്ടുകയാണ്. ആ വന്ന വ്യക്തിയുടെ കൂടെ ഒരാൾ കൂടി വന്ന 8 ലക്ഷം കിട്ടി. അതായത് 18 ലക്ഷം റുപ്യ അപ്പൊ തന്നെ പോകത്തില്ല. അത് ഇതിന്റെ S6 ലെവൽ എടുത്തു വരുന്ന ഏത് വ്യക്തിക്കും, അവസാനത്തെ സ്ലോട്ട് X6 എടുത്തു വരുന്ന ഏത് വ്യക്തിക്കും നമ്മുടെ കൂടെ 2 പേര് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ കൊടുത്ത ക്യാഷ് കിട്ടി. പക്ഷേ കൊടുത്ത ക്യാഷ് കിട്ടാൻ വേണ്ടിട്ട് എന്ത് വേണ്ട, ആരും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമല്ല. കാരണം ഈ ബിസിനസ് അതുക്കും മേലെയാണ് ഇവിടെയുള്ള വരുമാനം. ഇനി രണ്ടാമത്തെ കാര്യം, റോയൽറ്റി NFT. ഇത് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക, ഇവിടെ പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. കുറെ പ്രവാസികളിലൂടെ ഒന്ന് റൈസ് ആൻഡ് ചെയ്യാം. പ്രവാസി ആയിട്ടുള്ള ആളുകൾ കുറച്ച് ആളുകളെ എന്നുള്ളൂ. ഏതാണെങ്കിലും ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളൊക്കെ പ്രവാസമൊക്കെ അവസാനിപ്പിച്ച് നാട്ടിൽ വരും. അപ്പോ പ്രവാസമൊക്കെ അവസാനിപ്പിക്കും, എന്തെങ്കിലും കുറച്ച് ക്യാഷ് ഒക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്തില്ല, യാതൊരുവിധ വരുമാനങ്ങളും ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ നിന്ന് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അദ്ദേഹത്തിന് ആ ജോലി സ്കിറ്റ് ചെയ്ത് അവസാനിക്കുന്നത് പെൻഷനായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പാസീവ് ഇൻകം അവിടെ പെൻഷനായിട്ടൊക്കെ കിട്ടും. പക്ഷേ ഈ ബിസിനസ്സിൽ
നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ഒക്കെ ക്യാഷ് കൊടുത്ത് നമുക്ക് NFT വാങ്ങാൻ പറ്റും, അതായത് പാസീവ് ഇൻകം. ഇനി അല്ലാത്ത ആളുകൾക്ക് നമ്മൾ ഈ ബിസിനസ്സിൽ നിന്ന് സമ്പാദിക്കുകയും നമ്മുടെ കൂടെ ഉള്ള ആളുകളെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുകയും, പഠിപ്പിക്കുക എന്ന് പറഞ്ഞാല് നമ്മളെ എങ്ങനെ സമ്പാദിച്ചു അതുപോലെ അവർക്കും സമ്പാദിക്കാൻ വേണ്ടി നമ്മൾ അവരെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് കൂടെ കൊണ്ടുവരുന്ന സമയത്ത്, കൂടുതൽ ആളുകൾ വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കുറച്ച് എനർജി ടോക്കണുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് NFT-യിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റും. അങ്ങനെ നമുക്കൊരു പാസീവ് ഇൻകം ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പാസീവ് ഇൻകം എന്ന് പറയുമ്പോൾ നമ്മൾ വർക്ക് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും കിട്ടുന്ന ഇൻകത്തെയാണ്. അപ്പോൾ അതും ഇവിടെ എന്താണ് പോസിബിൾ ആണ് ഈ മെറ്റാബോസ് എന്ന ബിസിനസ്സിൽ. അപ്പോൾ വെറും ടാക്ടയിലൂടെ മാത്രമല്ല NFT-യിലൂടെ നമുക്കൊരു പാസീവ് ഇൻകം ഇവിടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ 3500 എനർജി ടോക്കൺ ആകുന്ന സമയത്ത് നമുക്കൊരു ജസ്റ്റ് NFT നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ NFT-യിലേക്ക് നമ്മൾ മാറും. ആക്ടിവേറ്റർ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് നമ്മൾ മാറുകയും നമുക്ക് മാസത്തിൽ 2 തവണ നമുക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുകയും ചെയ്യും. ഇനി തൊട്ടടുത്തൊരു വേറൊരു പ്രോഗ്രാമാണ് ടീർ ആക്ടിവേഷൻ എന്ന് പറഞ്ഞ യുണൈറ്റ് വേഴ്സ്. ഈ ടീർ ആക്ടിവേഷനിലൂടെയാണ് ഏറ്റവും കൂടുതൽ വരുമാനം ഈ ബിസിനസ്സിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക. അപ്പൊ ടാക്ടയില് ലക്ഷങ്ങൾ ഉണ്ടാക്കിയ ആളുകളുണ്ട്. ഇവർ വിചാരിക്കുകയാണ് ഇത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ ബിസിനസ്. പക്ഷേ ഇതല്ല, അതിനേക്കാൾ കൂടുതൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത് യുണൈറ്റ് വേഴ്സിൽ നിന്നാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ആളുകൾ എന്ത് ചെയ്യാം, യുണൈറ്റ് വേഴ്സിലും എന്ത് ചെയ്യാം, ചെറിയ രീതിയിൽ യുണൈറ്റ് വേഴ്സിലേക്ക് പ്രവേശിക്കുക. യുണൈറ്റ് വേഴ്സിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അത് മാസം നമ്മൾ പുതുക്കേണ്ടതുണ്ട്. യുണൈറ്റ് വേഴ്സ് ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കര പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അവിടെ ചെറിയ സംഗതി കൊടുത്തിട്ട് വലിയ സംഗതി വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ സാധാരണ നമ്മൾ മത്സ്യം പിടിക്കുമ്പോൾ സാധാരണ പറയുന്നുണ്ട് ചെറിയ ഏറെ പോന്നിട്ട് വലിയ മത്സ്യത്തെ കൊടുക്കും. അതുപോലെ അവിടെ $10 നമ്മൾ അതിൽ റിന്യൂവലിന് കൊടുക്കുന്നു. പക്ഷേ താഴെത്തട്ടിലുള്ള വ്യക്തികൾ അവിടെ റിന്യൂവൽ ചെയ്യുന്ന സമയത്ത് 25% അതിന്റെ ലാഭവിഹിത മേളിലേക്ക് കയറി വരുന്നു. അപ്പൊ നമ്മളൊരു 10 കൊടുക്കുമ്പോ അതിൽ 0 കൂടിയിട്ടാണ് നമുക്ക് അവിടെ അതിന്റെ വരുമാനമായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുപോലെ ഈ 3 പ്രോഗ്രാമുകളും നമുക്ക് എന്താണ് നല്ല രീതിയിൽ വ്യത്യസ്തമായ വരുമാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. റോയൽറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പിന്നെ ഇതിന്റെ ടാക്സുകളെ കുറിച്ച് ഇപ്പൊ ഇന്നലെയാണ് റോയൽറ്റി വന്നത്. ഇതിൽ കുറെ റോയൽറ്റി ഇന്നലെ വാങ്ങിയ ആളുകളുണ്ട്. അതിൽ ലക്ഷക്കണക്കിന് വാങ്ങിയ ആളും ഇവിടെ ഇരിക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ $250 വരെ വാങ്ങിയ ആളുകൾ ഏറ്റവും ചുരുങ്ങിയതൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഏതായാലും ആദ്യത്തെ ടാക്സിന് ആക്ടിവേറ്റർ എന്ന് പറയുന്നതിന് 10%, അതിന്റെ തൊട്ടടുത്തുള്ളത് 11, അങ്ങനെ 25% വരെ ലാഭവിഹിതം കിട്ടുന്ന വ്യത്യസ്തമായ ടാക്സുകൾ ഉണ്ട്. ഇതിലൊക്കെ ഏത് സാധാരണക്കാരനും വന്ന് പ്രവേശിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ബിസിനസ് പ്രൊജക്ടുകൾ ഉള്ളത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ആര് പറയും, സോയിൽ സാർ പറയും. ഈ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ടാക്ടൈൽ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. മിനിമം ഒരു 7 ലെവലെങ്കിലും എടുത്തു വരുന്നതാണ് ഏറ്റവും അനുയോജ്യം. നമ്മളിവിടെ പറയുന്ന സമയത്ത് $5 ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ പല ആളുകളും മനസ്സിലാക്കുക അയാൾ അന്ന് അങ്ങനെ പറഞ്ഞല്ലോ, അപ്പൊ എനിക്ക് അങ്ങനെ പോയെന്നൊക്കെ. ഈ 5 ലെവൽ എടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 5 ലെവലിലാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. അത്ര മാത്രമേ കിട്ടുന്നുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ 7 ലെവൽ എടുക്കുമ്പോൾ 7 ലെവലിൽ നമുക്ക് വരുമാനം വരുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മളിപ്പോ ഒരു ഷോപ്പ് എടുക്കുകയാണ്. ആ ഷോപ്പ് എടുക്കുമ്പോൾ അതിന് ചെലവാകുന്ന ക്യാഷ് 1 ലക്ഷം ആണെങ്കിൽ 7 ഷോപ്പ് എടുക്കുമ്പോൾ 7 ലക്ഷം നമുക്ക് ചെലവാകുന്നുണ്ട്. പക്ഷേ 7 ഷോപ്പിൽ നിന്ന് നമുക്ക് നല്ല രീതിയിലുള്ള വരുമാനങ്ങൾ നമുക്ക് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അതാണ് ഈ ബിസിനസിന്റെ പ്രത്യേകത. നമുക്ക് എത്ര കണ്ട് ലെവലുകൾ വലുതാക്കി എടുക്കാൻ പറ്റുമോ അത്ര കണ്ട് ലാഭവിഹിതം നമുക്ക് കൂടുതൽ കിട്ടും. അതാണ് ഈ മെറ്റാബോസ് എന്ന് പറയുന്ന ബിസിനസിന്റെ പ്രത്യേകത. ഇതിലേക്ക് ആര് വന്നാലും അദ്ദേഹം കൊടുത്ത $1 പോലും നഷ്ടപ്പെടില്ല. അത് നിങ്ങളെ കൊണ്ടുവന്ന അപ്ലൈൻ കൊണ്ടുവന്ന വ്യക്തി അദ്ദേഹം പെർഫോമർ ആണെങ്കിൽ 100% അവിടെ എന്ത് വരും, അവിടെ സ്പിൽ ഓവറുകൾ വരും എന്ന് വിചാരിച്ച് നാളെ സ്പിൽ ഓവറുകൾ വരും എന്ന് വിചാരിച്ചിട്ട് മാത്രം ഇരിക്കും വേണ്ട. സ്പിൽ ഓവർ അല്ല നമ്മുടെ വരുമാനം എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ക്യാഷ് കിട്ടുന്നുണ്ടെങ്കിൽ, നമുക്ക് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനേക്കാൾ കൂടുതൽ വരുമാനം ഇവിടുന്ന് കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമുക്ക് കിട്ടുന്ന വരുമാനം നമ്മുടെ ബാക്കിയുള്ള ആളുകൾക്ക്, നമ്മുടെ കൂട്ടുകാർക്ക്, സുഹൃത്തുക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും അവരെ കൂടി ഈ വരുമാനം വാങ്ങി കൊടുക്കുന്ന ആളുകളാക്കി നമ്മൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയിലും മറ്റും നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. മാത്രമല്ല അവർ കരകയറുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മളും മേപ്പോട്ട് വരുന്നില്ലാണ് ഈ ബിസിനസിന്റെ മറ്റൊരു പ്രത്യേകത. ഈ പോസ്റ്റ് കോയിൻ എന്ന് പറയുന്ന കോയിനുകൾ എന്ത് ചെയ്യുക, എല്ലാ ആളുകളും 7 ലെവലെങ്കിലും മിനിമം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അഥവാ എന്തെങ്കിലും കാരണത്താൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് 7 ലെവൽ എടുക്കാൻ പറ്റാത്ത ആളുകൾ നിങ്ങളുടെ സാമ്പത്തിക ശേഷിക്ക് അനുസരിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ആര് സ്റ്റാർട്ട് ചെയ്താലും
മിനിമം ഒരു 50 ഫോഴ്സ് കറൻസി നിങ്ങളെ കയ്യിൽ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. കാരണം ആ ഫോഴ്സ് കറൻസി ഈ ഒരു മാസം ലാസ്റ്റോട് കൂടിയിട്ട് അതെന്താണ് ഓപ്പൺ സീ മാർക്കറ്റിലേക്ക് പോകുന്നതാണ് പറയുന്നത്. അത് പോയി കഴിഞ്ഞാൽ ഒരു $20 $30 ഇടയിൽ ആ ഒരൊറ്റ മാസം എന്താവും, ഒരൊറ്റ കയറ്റം കയറും. അതിനുശേഷം മേപ്പോട്ടാണ് പോവാ. ഇങ്ങനെ പോകുമ്പോൾ അതിന്റെ ക്രിയേറ്റർ പറഞ്ഞിട്ടുള്ളത് ഒരു $20,000 ഫോഴ്സ് കറൻസി എത്തിയാൽ നിങ്ങൾ ആരും അത്ഭുതപ്പെടേണ്ടതാണ്. അതിന് അധികം കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് മെറ്റാവേഴ്സ് ആണ്. അത് വരാനിരിക്കുന്നേ ഉള്ളൂ. ഇതൊക്കെ വെറും അതിന്റെ അടിത്തറ മാത്രം നന്നാക്കുന്നതാണ്. അപ്പോൾ മെറ്റാവേഴ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഇത്ര സമ്പാദ്യം കിട്ടുന്നുണ്ടെങ്കിൽ മെറ്റാവേഴ്സ് വന്നാൽ നമ്മളൊക്കെ എവിടെ എത്തിയിട്ടുണ്ടാവുമെന്ന് അപ്പോഴേഷൻ ചെയ്യും. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള എന്തുണ്ട്, NFT ചാർജസ് വാങ്ങിയ കുറെ ആളുകളുണ്ട്. ഇവർക്ക് എന്തുണ്ട്, മാർക്കറ്റ് പ്ലേസിൽ പോയിട്ട് അത് വാങ്ങാനും വിൽക്കാനും ഉള്ള അവസരങ്ങളുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് മുജീബ് സാർ പെട്ടെന്ന് സൈഡ് മാറ്റണം. അപ്പൊ പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്ലോട്ടുകൾ കൂടുതൽ ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ ടാക്ടൈലിലൂടെ നല്ല വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് ടാക്ടൈലിൽ നമ്മൾ ക്യാഷ് ചെലവഴിക്കുന്നത്. അതായത് 5 ലെവൽ നമ്മൾ എടുത്താൽ ജീവിതകാലം മുഴുവൻ 5 ലെവലിൽ നമുക്ക് വരുമാനം വരിക. അപ്പോൾ എത്ര സ്ലോട്ട് എടുക്കുന്നോ അത്രയും വരുമാനങ്ങൾ നമുക്ക് അവിടെ വന്നുകൊണ്ടിരിക്കും. രണ്ടാമത്തത് ഫോഴ്സ് കറൻസി. നിർബന്ധമായിട്ട് ഒരു കുറച്ച് ഫോഴ്സ് കറൻസി എന്തായാലും നല്ല രീതിയിൽ സമ്പാദിച്ചു വെക്കുക. ട്രേഡ് ചെയ്ത് നമുക്ക് ഇവിടെ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. ഇന്നിപ്പോ ഫോഴ്സ് കോയിൻ എടുത്തു രാവിലെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇപ്പൊ 9.50 ആണ് ഇപ്പോഴത്തെ റേറ്റ് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ 9.60 മാറും. ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വിൽപ്പന നടത്താൻ വേണ്ടി പറ്റും. അപ്പൊ ആ 10 പൈസ $1 നിങ്ങൾക്ക് അവിടെ ലാഭം കിട്ടും. അങ്ങനെ ഒരു ദിവസം 5,000 10,000 2,000 ഉണ്ടാക്കുന്ന ആളുകൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് എല്ലാവർക്കും പോസിബിൾ അല്ല. അതിനെ കുറിച്ചൊന്ന് കുറച്ചൊക്കെ അറിയുന്നു വേണ്ട, അതിനെ നെക്കി കളിക്കാനെങ്കിലും അറിയുന്ന ആളുകളാണോ. അപ്പൊ സാധാരണക്കാർക്ക് അറിയാത്ത ആളുകൾക്ക് അപ്ലയൻസിനോട് ചോദിച്ചിട്ട് അത് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫോഴ്സ് കോയിനുകൾ വാങ്ങി വെക്കുക. ടീറുകൾ ആക്ടിവേഷൻ ചെയ്യാം. ഈ ടീറുകൾ ആക്ടിവേഷൻ ചെയ്യുമ്പോൾ അതിന്റെ പ്രത്യേകത, നമുക്കിപ്പോ ഈ ടാക്ടൈൽ വരുമാനം കിട്ടി. ഈ ടീറുകൾ ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊരു താഴെ തട്ട് നോക്കുമ്പോൾ വരുമാനം വരുന്നുണ്ട്. അപ്പോ ഇതാണ് ടീർ. 9 ടീറുകളുണ്ട്. ആദ്യത്തെ ടീർ എടുക്കാൻ നമുക്ക് $50 വരുന്നുണ്ട്. രണ്ടാമത്തേന് $100, മൂന്നാമത്തേന് $200. ഇപ്പൊ പറയുമ്പോ 3 എടുക്കുന്ന വ്യക്തിക്ക് $350 വരും. അതിന്റെ രണ്ടാമത്തെ ടോട്ടൽ കോസ്റ്റിൽ വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എത്രയാണോ കഴിയുക അതിനനുസരിച്ച് എടുക്കുക. ഒന്നാണെങ്കിൽ 1, പിന്നീട് നിങ്ങൾ താഴെ ഒരു ടീം വന്ന സമയത്ത് 2 എടുക്കുക. അതായത് ഇതിൽ നമുക്ക് ₹1,00,000 കിട്ടുമ്പോൾ ഒരു 50,000 ചെലവഴിച്ചോളി. ബാക്കിയുള്ള 50,000 എന്ത് ചെയ്യണം, ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ മേമ്പോട്ട് വരിക. അല്ലാതെ ഇന്നിപ്പോ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഇന്നിപ്പോ ഒരു $200-320 കയറും. അതായത് ₹30,000 2 വട്ടം അല്ലെങ്കിൽ ₹58,000 2 വട്ടം കയറുമ്പോൾ അവിടെ 2 ലക്ഷം ആകുമ്പോൾ നമ്മള് ഭാവം ഒന്ന് മാറിയിട്ട് ഭയങ്കര സംഭവമായിട്ട് പോവാതെ അതിന്റെ പകുതിയെങ്കിലും ഈ ബിസിനസ്സിലേക്ക് നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ ഇതിൽ നല്ല രീതിയിലുള്ള വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോ അതുപോലെ തന്നെ കുറെ എനർജി ടോക്കനുകളൊക്കെ ഉണ്ട്. അതിനെ കുറിച്ച് സമയമില്ലാത്തതോട് പറയാനുള്ള ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ടാറ്റയിൽ നിന്ന് തന്നെ നമ്മളുടെ സ്വപ്ന ലോകത്തിന് അപ്പുറത്തേക്ക് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ടീറുകളിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ വരുമാനങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കുക. അതുപോലെ ഇതിൽ ഡെൽറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ അതിവിടെ പറയാൻ കാരണം കുറെ ആളുകൾ ഈ ബിസിനസ് ചെയ്തിട്ട് യൂണിറ്റ് വേസ് ചെയ്യാത്ത ആളുകളുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 930% നമുക്ക് ലാഭവിധം തരുന്ന ഒരു പ്രൊജക്ട് ആണ് യൂണിറ്റ് വേസ് എന്ന് പറയുന്നത്. പല ആളുകളും അത് മിസ്സാക്കുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ ഫോഴ്സ് കോയിൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്നു, പിന്നീട് ഇത് പുതുക്കാതെ കൊണ്ടുപോയി. അത് അശ്രദ്ധ കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും അല്ലെങ്കിൽ പൈസ ഇല്ലാത്തത് കൊണ്ടും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഈ ബിസിനസ് ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വെറും ടാക്ടൈലിൽ മാത്രം പറഞ്ഞു കൊടുത്തിട്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇതിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ആദ്യത്തെ ഒരു മാസം ഞാൻ നിങ്ങളെ പോലെയൊക്കെ പഠിക്കാൻ വേണ്ടിയിരുന്നു. രണ്ടാമത്തെ മാസം ₹1,00,000 മുകളിൽ ഞാൻ ഈ ബിസിനസ് ഉണ്ടാക്കി. പിന്നെ അവിടെ നിന്നാണ് മേപ്പെട്ടാണ് ഉണ്ടാകുക നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം. അപ്പോ അന്ന് ടാക്ടൈലിലൂടെ വരുമാനം നല്ല രീതിയിൽ ഉണ്ടാക്കി. ഇന്ന് എന്താണ് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്യുന്ന കോസ്റ്റിനനുസരിച്ചുള്ള TR ടോക്കൺ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആ ടോക്കൺ എന്താണ്, നിങ്ങൾ കൊടുക്കുന്ന ക്യാഷിനനുസരിച്ച് തുല്യമുള്ള ടോക്കൺ ആണ്. അടുത്ത പ്രോഗ്രാം വരുമ്പോൾ ആ ക്യാഷിന് തുല്യമായിട്ട് നമുക്ക് കൊടുത്ത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ നഷ്ടങ്ങളുണ്ടോ? ഇല്ല. നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് മറ്റൊരു സാധനം നമുക്ക് കിട്ടുന്നുണ്ട്, അത് വരുമാനം. ഇനി യൂണിറ്റ് വേസ് തുറന്നു, താഴെ തട്ടുന്ന നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഏർപ്പെടും, അതും വരുമാനമാണ്. ഇനിയോ ഈ ഡെൽറ്റ എന്ന് പറയുന്നതിൽ നമ്മുടെ താഴെ തട്ടിലുള്ള ആളുകളൊക്കെ ടയറുകൾ ആക്ടിവേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കവിടെ സ്പില്ലോവറുകളായിട്ട് ഇവിടെ
എന്ത് ചെയ്യും, 62 ഡോട്ടുകൾ വരും. ഇത് ഓരോ ഡോട്ടിൽ 15% ലാഭവിഹിതം കിട്ടുന്നൊക്കെയാണ്. അത് നമുക്ക് മറ്റൊരു സെക്ഷനിൽ പറയാം. ചുരുക്കി പറഞ്ഞാൽ 930% ലാഭവിഹിതം കിട്ടുന്ന ഒരു പ്രൊജക്റ്റ് ആണ് എന്ത്, യുണൈറ്റ് വേസ് എന്ന് പറയുന്നത്. അപ്പൊ ടാറ്റയിനേക്കാൾ കൂടുതൽ വരുമാനം യുണൈറ്റ് വേസിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളെല്ലാവർക്കും നമുക്കറിയാം മൈനിങ്ങിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോ ബിറ്റ്കോയിൻ മൈനിങ്ങിന് നമ്മൾ ആരും പങ്കെടുത്തില്ല, അന്ന് കാലം നമ്മളെ കയ്യിൽ കിട്ടിയില്ല. പക്ഷെ ഇപ്പോ ഫോഴ്സ്കോയിൻ മൈനിങ്ങിൽ ഞങ്ങളൊക്കെ പങ്കെടുത്തു. ഒരു 20,000-നും 18,000-നും കിട്ടിയിട്ട് എന്റെ അടുത്ത് കുറച്ച് പോകണ്ട്. അതേപോലെ ഇവിടെ എന്നെക്കാൾ കൂടുതൽ, ഇവിടെ പുറത്താരോ അത് പറഞ്ഞില്ല എന്റെ യഥാർത്ഥ തുക. അപ്പൊ അതിനേക്കാൾ കൂടുതൽ ഒരു 30,000, 35,000, 40,000 വാങ്ങിച്ച പല ലീഡേഴ്സും അവിടെ ഇരിക്കുന്നുണ്ട്, എനിക്കറിയാം. ഏതാ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ വാങ്ങിയതിന്റെ വലുപ്പത്തിനും പറയാനല്ല ഇത് പറയുന്നത്. പറയുന്നത് എന്താ വെച്ചാല് ഇത് ഇവിടെ പോസിബിൾ ആണെന്ന് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ആ കോയിന് നമ്മൾ വാങ്ങി വെച്ചപ്പോ അന്ന് ചെറിയ പൈസ ആയിരുന്നു ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടി. അത് മാത്രമല്ല $50 200 ഫോഴ്സ് കറൻസി കിട്ടിയിരുന്നു ആദ്യ സ്റ്റേജിൽ. പിന്നീട് അത് 85,000, 75,000, 65,000 അങ്ങനെ വന്ന് കുറഞ്ഞ് അത് നിന്നുപോയി ആ രീതി. പിന്നീട് ഇപ്പൊ എന്താണ്, നമ്മൾ ക്യാഷ് കൊടുത്ത് നമ്മൾ വാങ്ങുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഡെക്സിലൂടെ നമുക്ക് ക്യാഷ് കൊടുത്ത് അപ്പൊ തന്നെ വാങ്ങാൻ പറ്റും. ആദ്യകാലങ്ങളിൽ ഇങ്ങനെ അല്ലായിരുന്നു. ടീറുകൾ ആക്ടിവേഷൻ ചെയ്ത വ്യക്തികൾക്ക് മാത്രമായിരുന്നു ഫോഴ്സ് കറൻസി കിട്ടിയത്. അന്ന് ഞങ്ങൾ ഇത് വാങ്ങി വെച്ചെന്ത് ചെയ്തു, അത് വെസ്റ്റിംഗിലേക്ക് കൊടുത്തു. വെസ്റ്റിംഗിൽ കൊടുക്കുക നമ്മൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് കൊടുക്കില്ല. അങ്ങനെ ചെയ്താൽ നമുക്ക് അതിൽ ലാഭത്തിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറ്റുന്നത്, നിങ്ങൾ ഫോഴ്സ് കറൻസി വാങ്ങുകയും അതിനെ 21 ദിവസത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ 21 ദിവസം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തതിനേക്കാൾ ഒരു 21 ദിവസം കഴിയുമ്പോൾ ഒരു കറൻസിമേ 60 അലാല ചില്ലറ പൈസ നിങ്ങൾക്ക് കിട്ടും, കൂടുതൽ കിട്ടും. അത് 42 ദിവസമായി കഴിഞ്ഞാൽ 1.20 മുകളിൽ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ കൂടുതൽ ഇത് കിട്ടും. ഒരു 8 മാസമൊക്കെ ആവുമ്പോഴത്തിന് നല്ല രീതിയിലെ വരുമാനം അതിൽ നിന്ന് മാത്രം കിട്ടും. അത് ആ 8 മാസം കഴിയുമ്പോഴത്തിന് ഫോഴ്സ് കറൻസിന്റെ റേറ്റ് എവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കുക. ചിലപ്പോൾ $200 മേലെ കയറിയിട്ടുണ്ടാവും. അപ്പൊ എത്രയാവും നിങ്ങളുടെ കയ്യിലുള്ള പ്രൈസ് ഒന്ന് നോക്കുക. അപ്പൊ 1000 കറൻസി ഉള്ളത് 1000 × 200 × 90 അല്ലെങ്കിൽ 91, അതാണ് ആ കറൻസിയുടെ അന്നത്തെ റേറ്റ്. അപ്പോ അതിനേക്കാൾ കൂടുതൽ മൂല്യവത്തായ ഒരു കറൻസിയാണ് ബിറ്റ്ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ബിറ്റ്ഫോഴ്സ് മൈനിങ് ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ബിറ്റ്ഫോഴ്സ് മൈനിങ്ങിൽ നിങ്ങളൊക്കെ പങ്കെടുക്കണമെങ്കിൽ എന്ത് വേണം, ടാക്ടൈൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അതിനുശേഷം ടീറുകൾ ആക്ടിവേറ്റ് ചെയ്യണം. ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന കറൻസിയുടെ പേരാണ് ബിറ്റ്ഫോഴ്സ്. ഈ ബിറ്റ്ഫോഴ്സ് ഒരു 25 നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ജെറ്റിന് തുല്യമാണ് എന്നാണ് അതിന്റെ പേര് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മനസ്സിലാക്കുക അതിന്റെ മൂല്യം എത്രത്തോളം ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ നാളെ തന്നെ മൈനിങ്ങിൽ പങ്കെടുത്ത് നാളെ തന്നെ 25 ബിറ്റ്ഫോഴ്സ് ഒന്നും കിട്ടൂല. ചെറിയ പൊട്ടും പൊടിയൊക്കെ കിട്ടിയിട്ട് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മെല്ലെ 1, 2, 3, 5 അങ്ങനെ നമുക്ക് മേപ്പോട്ട് പോകാൻ വേണ്ടി പറ്റും. ഇതിന്റെ സാധ്യതകൾ ഇപ്പൊ പറയുമ്പോൾ നമുക്കത് മനസ്സിലാവൂല. ഫോഴ്സ്കോന്റെ സാധ്യത അന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് 1,00,000 ഫോഴ്സ്കോനെങ്കിലും എനിക്ക് വാങ്ങാൻ പറ്റുമായിരുന്നു. ഞാൻ നിങ്ങളെ പോലെ തന്നെയാണ്. ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് സ്ട്രഗിളുകളുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. ഈ ബിസിനസിനെ കുറിച്ച് വിശ്വാസമല്ല, സത്യം പറയാം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തില്ല, ആ സമയത്ത് വാങ്ങി വെച്ചില്ല. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ അന്ന് 1,00,000-ന് മുകളിൽ എത്തിയിട്ടുണ്ടാവും. കാരണം അന്നൊരു വാല്യൂ ഇല്ല ഇതിന്. തുടക്കത്തിൽ 10 മാസമായി അന്ന് നമ്മൾ ഇങ്ങനെ ബിസിനസ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുപോലുള്ള സെൻട്രലൈസ്ഡ് അല്ലാത്ത ഡീസെൻട്രലൈസ്ഡ് ബിസിനസ് ഇതുപോലെ ലാഭം കിട്ടുന്ന ഒരു ബിസിനസ് ഒന്നും വരെ ഇറങ്ങിയിട്ടില്ല. ബിസിനസ്സുകൾ ഒരുപാട് ലാഭം കിട്ടുന്നുണ്ട്, മണി ചെയിനുകളുണ്ട്, ഒരുപാട് മണി ലോണ്ടറിങ്, ഒരുപാട് ബിസിനസ്സുകൾ. പക്ഷെ ഇതുപോലെ വർക്ക് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിൽ ലാഭം, പാസീവ് ഇൻകം, ആക്റ്റീവ് ഇൻകം, സ്പിൽ ഓവറുകൾ, നമ്മളെ കൂടുതൽ ആളുകൾ വർക്ക് ചെയ്ത ക്യാഷ് കിട്ടുക. പക്ഷെ എവിടെ വേണ്ടത്, ഒന്ന് ക്ഷമയാണ്, രണ്ടാമത് അനുസരണയാണ്. അനുസരണ എന്ന് പറയുമ്പോൾ ഒരു പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ പ്രോഗ്രാമിലേക്ക് വിളിക്കുമ്പോൾ എന്ത് ചെയ്യണം, നമ്മളത് പഠിക്കണം എന്നില്ല മൈൻഡ് സെറ്റോട് കൂടിയിട്ട് വരണം. നമ്മൾ ഇതൊക്കെ എനിക്കറിയാമില്ല മുഴുക്കപ്പോട് കൂടിയിട്ട് വന്നാൽ നമുക്കൊന്നും ഉണ്ടാവില്ല അവിടുന്ന് മനസ്സിലാക്കാൻ. കാരണം എന്നേക്കാൾ വിദ്യാഭ്യാസങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് വിദ്യാഭ്യാസപരമായിട്ട് നോളജ് ഇല്ലെങ്കിലും ഈ ബിസിനസിനെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു 10-20 മാസത്തെ. അപ്പൊ നമ്മളത് പറയുമ്പോൾ ആ നോളജിനെ അല്ല നമ്മളവിടെ വിലയിരുത്തേണ്ടത്, അല്ലെങ്കിൽ എന്റെ കോലത്തെ അല്ല, അല്ലെങ്കിൽ എന്റെ സംസാരത്തെ അല്ല, നമ്മൾ ആ ബിസിനസ് എത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നമ്മൾ നോക്കേണ്ടത്. അപ്പൊ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. അത് മാത്രമല്ല മോർണിംഗ് സെക്ഷനിൽ 7 മണിക്ക് നമുക്ക് എന്തുണ്ട്, എല്ലാ ദിവസവും മോർണിംഗിൽ 7 മണിക്ക് ഒരു മീറ്റിംഗ് നടക്കാറുണ്ട് ഗൂഗിളിൽ. അതേപോലെ രാത്രി 9 മണിക്ക് എന്ത് ചെയ്യാറുണ്ട്, പ്രോഗ്രാമുകളുണ്ട്. അതൊക്കെ പങ്കെടുത്ത് നമ്മൾ ഇതിന്റെ നോളജ് കരസ്ഥമാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ
ഒരു 3 മാസം കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നില്ല, എനിക്ക് 100% ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, കൂടെ നിൽക്കുക. ഇവിടെ ഒരു 20 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ട്. 150-ൽ കൂടുതൽ രാജ്യത്ത് ഈ ബിസിനസ് ചെയ്തിട്ടുണ്ട്. ചൈനയിൽ പോലും ഈ ബിസിനസ് റണ്ണിങ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ചൈനയിൽ നിങ്ങൾക്ക് അറിയാം, വാട്സപ്പ് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത രാജ്യമായിരുന്നു ചൈന. കാരണം അവിടെ ആപ്പ പ്രോഗ്രാമുകളൊന്നും അവിടെ നടത്താൻ പറ്റില്ല. അപ്പോ അവിടെ വരെ നമ്മുടെ ബിസിനസ് റണ്ണിങ് ആണ്. അപ്പൊ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് 100% ഉറപ്പാണ്, നിങ്ങൾ എല്ലാവരും ജീവിതം മാറ്റിമറിക്കാൻ പറ്റുന്ന ബിസിനസ്സാണ് നമ്മുടെ മെറ്റാഗോസി എന്ന് പറയുന്നത്. അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ബിസിനസ് എന്ന് കേൾക്കാൻ വന്ന പുതിയ ആളുകളുണ്ടോ? നമ്മുടെ ടെക്നിക്കൽ സെക്ഷനിൽ ബിസിനസിനെ കുറിച്ച് 100% പറയാനായിട്ട് നമ്മളെ ലീഡ് ഇവിടെ ഉണ്ട്, സൂര്യ സാർ കാലിക്കറ്റ്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അദ്ദേഹം പറയുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇവിടെ ഈ ബിസിനസ്സിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ ജീവിത രീതി മാറ്റാൻ പറ്റും. ടൈം ഫ്രീഡവും മണി ഫ്രീഡവും ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്ന 100% തെളിയിച്ചിട്ടാണ് ഞങ്ങളോട് പറയുന്നത്. നാളെ നമുക്ക് ഒരു ആനുണ്ടായിരുന്നു എന്റെ പൂവാക്ക് എന്ന് പറയുന്ന പോലെയല്ല, ഇന്ന് നമുക്ക് ഇവിടെ നല്ല രീതിയിൽ സമ്പാദിക്കാൻ പറ്റും. നാളെ അത് നമ്മുടെ മക്കൾക്ക് ഒരു മുതൽക്കൂട്ടാവും. നമ്മൾ മരണപ്പെട്ടു പോയാൽ പോലും നമുക്ക് നമ്മളുടെ ഐഡിയിലൂടെ വരുമാനം വരുന്നുള്ള കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് മെറ്റാഗോസ്. താങ്ക് യു.